ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. 97 98. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതിനകത്ത് മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഓരോ കമ്മീഷൻസ് നോക്കാം. ബട്ട്ലർ കമ്മിറ്റി, ഹർട്ടോ കമ്മിറ്റി, ഹണ്ടർ ഇൻക്വയറി കമ്മിറ്റി നമുക്കറിയാം, ജാലിയൻ വാലാബാഗ് മെസാക്കർ ആണ്. പിന്നെ മുഡിബാൻ കമ്മിറ്റി റിപ്പോർട്ട്. അതിനകത്ത് ബട്ട്ലർ കമ്മിറ്റി ഇത് എന്തിനു വേണ്ടിയാ? 1927 ആണ് വർഷം. അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റും ഇന്ത്യൻ സ്റ്റേറ്റ്സും തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണിത്. ഇതിനെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്നുകൂടി ബട്ട്ലർ കമ്മിറ്റിയെ പറയാറുണ്ട്. ഹാർട്ടോപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത് 1929 ഇന്ത്യൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പ്രൈമറി, സെക്കൻഡറി, ഹയർ എഡ്യൂക്കേഷന്റെ അതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഹണ്ടർ ഇൻക്വയറി കമ്മിറ്റി നമുക്കറിയാം 1990 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ലാസ്റ്റ് പറയുന്നത് മുഡിമാൻ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ഓഫ് ഡയാർക്കിയാണ്. മൊണ്ടേക്കു സെൻസ് റിഫോംസിന്റെ സമയത്ത് വന്ന വർക്കിംഗ് ഓഫ് ഡയാർക്കിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ കമ്മിറ്റീസ് ഒക്കെ ഓർത്തിരിക്കുക. PSC നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്തത് അത് ആരെ കുറിച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ഹൗ എ ബയോഗ്രാഫർ ഡിസ്ക്രൈബ്സ് എ ഗ്രാജുവേറ്റ് അറ്റ് 18, professor and associated editor of the Sudarak at 20, secretary of the Sarvajanik Sabha and of the provincial conferences at 25, secretary of the National Congress at 29, leading witness before an important royal commission at 31, provisional legislator at 34, imperial legislator at 36, president of the International Congress at 39. ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. ഇത് കൂടാതെ a patriot whom Mahatma Gandhi himself regarded as his master. ഒരു ദേശസ്നേഹിയാണ്. അദ്ദേഹത്തെ ഗാന്ധിജി തന്റെ മാസ്റ്റർ, തന്റെ ഗുരുവായിട്ട് കൺസിഡർ ചെയ്തു. ആരാണ് അദ്ദേഹം? നമുക്കറിയാം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാ. മോർലി മിന്റോ റിഫോംസ്, സൈമൺ കമ്മീഷൻ, ചൗരി ചൗര, ഡൻഡി മാർച്ച്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് ദ പൂന പാക്ട് വിച്ച് വാസ് സൈൻഡ് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആൻഡ് മഹാത്മാഗാന്ധി 1932. അതും പൂന പാക്ട് എന്തിനു വേണ്ടിയായിരുന്നു? ജോയിന്റ് ഇലക്ടോറേറ്റ് വിത്ത് റിസർവേഷൻ ഫോർ ഹരിജൻസ്. ഹരിജൻസിന് റിസർവേഷൻ. അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇത് നമുക്ക് അറിയാവുന്നതാണ്. സൂററ്റ് സ്പ്ലിറ്റ്, കമ്മ്യൂണൽ അവാർഡ്, ഓൾ പാർട്ടി കൺവെൻഷൻ, പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ ഒക്കെ നമുക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. 36 ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇതും നമുക്ക് അറിയാവുന്നതാണ്. ചിറ്റഗോഗ ആർമറി റെയ്ഡ്, കാക്കൂരി കോൺസ്പിറൻസി, ലാഹോർ കോൺസ്പിറസി, ഗദർ പാർട്ടി, ലാല ഹർദയാല നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, ചോദിക്കാറുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 56 MC സെറ്റാവാൾ, BN റാവോ ആൻഡ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഏതിലെ ഡിസ്ട്രിബ്യൂഷൻ മെമ്പേഴ്സ് ആയിരുന്നു? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. വാട്ട് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ? ഇതിനകത്തും പലതും നമ്മൾ പഠിക്കുന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. വിഡ്സ് ഡിസ്പാച്ച്, മെക്കോളെ മിനിറ്റ്സ്, സർജൻ എഡ്യൂക്കേഷൻ റിപ്പോർട്ട്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അടുത്തത് ദ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. റിമൈൻഡ് ന്യൂട്രൽ ടു ദ റിവോൾട്ട് ഓഫ് 1857. അവർ പങ്കെടുത്തോ? ഇല്ല. എഡ്യൂക്കേറ്റഡ് വലിയ രാജാക്കന്മാരൊന്നും പങ്കെടുത്തില്ല അല്ലെ. കുറച്ച് രാജാക്കന്മാർ അവരുടെ രാജ്യം നഷ്ടമാകുമെന്ന് കണ്ടപ്പോൾ മാത്രമാണ് അതിനകത്ത് പങ്കെടുത്തത്. 1857 വിപ്ലവം നമുക്കറിയാം. അത്ര ഓർഗനൈസ്ഡ് ഒന്നും ആയിരുന്നില്ല. എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഒക്കെ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. ലോർഡ് മൗണ്ട്ബാറ്റൻ കെയിം ടു ഇന്ത്യസ് വൈസ്രോയി along with the specific instructions. ഏതായിരുന്നു പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം? എന്തൊക്കെയായിരുന്നു? ലോർഡ് മൗണ്ട്ബാറ്റൻ ഇന്ത്യയിലേക്ക് വൈസ്രോയി ആയി വന്നപ്പോൾ pursue the Congress to accept partition. അതായത് കോൺഗ്രസിനെ പ്രേരിപ്പിക്കുക. എന്തിനു വേണ്ടി? പാർട്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാൻ, വിഭജനം നടക്കാൻ വേണ്ടി. 29 ഉത്തരം ഓപ്ഷൻ എ ആണ്, ഖിലാഫത്ത്. The Khilafat movement did bring the urban Muslims into fold of the national movement. അതായത് തുർക്കിയിലെ ഖലീഫേനെ ബ്രിട്ടീഷുകാരെ എതിർത്തപ്പോൾ അവരുടെ ആത്മീയ നേതാവാണ് അവിടുത്തെ ഖലീഫ എന്ന് പറയുന്നത്. സോ അങ്ങനെ വന്നപ്പോൾ അവരും ബ്രിട്ടീഷുകാർക്ക് എതിരായി. അവരും നമ്മുടെ നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനമായിട്ട് യോജിക്കാനായിട്ട് തുടങ്ങി. There was a predominant element of anti-imperialism in both the national and ഖിലാഫത്ത് മൂവ്മെന്റ്സ്. അതായത് ഖിലാഫത്ത് മൂവ്മെന്റുകൾ തമ്മിലും ഇവര് രണ്ടുപേരും എന്തായിരുന്നു? ഇവരുടെ കോളനി ഇംപെരിയലിസം, സാമ്രാജ്യത്വത്തിന് എതിരായിരുന്നു.
അടുത്തത് ദ കോൺഗ്രസ് റിജക്റ്റഡ് ദ ക്രിസ്പ് പ്രപ്പോസൽസ്. അവർ റിജക്ട് ചെയ്ത് അവരുടെ തീരുമാനങ്ങളെ. ദ ക്രിസ്പ് മിഷൻ കൺസിസ്റ്റഡ് സോൺലി ഓഫ് വൈറ്റ്സ്. ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. എയും ബിയും ശരിയാണ്, പക്ഷേ ആർ ഇസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഗാന്ധി സ്റ്റോപ്പ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇൻ 1922. 1922 നിസ്സഹരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചു. എന്തായിരുന്നു റീസൺ? ചൗരി ചൗരയിൽ നടന്ന സംഭവമായിരുന്നു അല്ലെ. ഉത്തരം ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതും കറക്റ്റ് ആണ്. അതായത് ഗാന്ധിജിയുടെ മാർഗം എന്ന് പറഞ്ഞ നോൺ വയലൻസ് ആണ്. പക്ഷേ എന്താണ്, ജനങ്ങൾ അക്രമാസക്തരായി. അവർ പോലീസ് സ്റ്റേഷനൊക്കെ ചൗരി ചൗരയിൽ കത്തിച്ചോട്ട് ഗാന്ധിജി അതിന് എഗനസ്റ്റ് ആയിട്ട് നമുക്കിനി നിർത്താമെന്ന് പറഞ്ഞു. The International Congress agreed in 1940s into the partition of the country. International Congress വിഭജനത്തെ സപ്പോർട്ട് ചെയ്തു, എഗ്രി ചെയ്തു. അതിന്റെ കാരണം എന്തായിരുന്നു? They wanted to avoid large scale communal riots. വർഗീയ ലഹളകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അവർ അതിനെ സപ്പോർട്ട് ചെയ്തത്. അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, മഹാത്മാഗാന്ധി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മഹാത്മാഗാന്ധി നോട്ട് എ മെമ്പർ ഓഫ് ദി കോൺഗ്രസ്, കോൺഗ്രസിലെ മെമ്പർ അല്ലായിരുന്നു. വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ്? ഇതിനകത്തുണ്ടല്ലോ തിലകിന്റെ ഹോം റൂൾ നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് 1916 ഏപ്രിലാണ്. അതിനുശേഷം ആനി ബസന്റ് മദ്രാസിൽ 1916 സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേരുടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് തന്നെയായിരുന്നു. ഇത് കൂടാതെ കോമഗാഥ മാരു ഇൻസിഡന്റ് നമ്മൾ കേൾക്കാത്തൊരു സംഭവമാണ്. 1914 നടന്ന ഒരു സംഭവമാണ്. എന്താണ് അത് പറയുന്നത്? എ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ പാസഞ്ചേഴ്സ് വെർ ഡിനൈഡ് എൻട്രി ടു കാനഡ. കാരണം എന്താ? ഡിസ്ക്രിമിനേറ്ററി ഇമിഗ്രേഷൻ ലോസ്. അതിന്റെ ഇതായിട്ട് അവർക്ക് കാനഡയിലേക്കുള്ള അവരുടെ എൻട്രി നിഷേധിച്ചു. 1914 നടന്നതാണ് കോമഗാഥ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആദ്യം നടന്നത് ഏതാ? കോമഗാഥ മാരു ഇൻസിഡന്റ് ആണ്. 1914 പിന്നെ നടന്നത് ഗാന്ധിജിയുടെ അറൈവൽ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലാസ്റ്റ് നടന്നതാണ് തിലകിന്റെ ഹോം റൂൾ എന്ന് പറയുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്തത് സൈമൺ കമ്മീഷൻ ഓഫ് 1927 നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തതിന്റെ കാരണം എന്തായിരുന്നു? ഒറ്റ ഇന്ത്യൻ മെമ്പർ പോലും ആ കമ്മീഷനകത്ത് ഉണ്ടായിരുന്നില്ല. ദ ഇന്ത്യൻ മുസ്ലിംസ് ഇൻ ജനറൽ വെർ നോട്ട് അട്രാക്റ്റഡ് ടു ദ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ്. അതായത് ഇന്ത്യൻ മുസ്ലിംസിന് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ്, എക്സ്ട്രീമിസ്റ്റ് മിതവാദികളും തീവ്രവാദികളും, എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും ഉണ്ടായിരുന്നു. പക്ഷെ മുസ്ലിംസിന് എക്സ്ട്രീം മൂവ്മെന്റിനോട് അത്ര താല്പര്യം തോന്നിയില്ല. അതിന്റെ റീസൺ എന്താണ്? അവരുടെ പോളിസി എന്ന് പറയുന്നത് ഹാപ്പിംഗ് ഓൺ ഹിന്ദു പാസ്. ഹിന്ദുസിന് കുറച്ചും കൂടെ നല്ല ഇതിൽ കാണുന്ന ഒരു ഇതായതുകൊണ്ട് അവർക്ക് അത്രയൊരു തൃപ്തി അതിലേക്ക് വന്നില്ല. അടുത്തത് which one of the following events was characterized by Montagu's preventive murder? Preventive murder എന്ന് ഇതിനകത്ത് മൊണ്ടേഗു ഏതിനെയാണ് വിശേഷിപ്പിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലനെയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. What is the correct sequence of the following events? ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ആദ്യം നടന്നത് ഓഗസ്റ്റ് ഓഫർ ആണ് 1940. പിന്നെ നടന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് 1942. പിന്നെ നടന്ന INA ട്രയൽ ആണ്. ലാസ്റ്റ് നടന്നതാണ് ദി റോയൽ ഇന്ത്യൻ നേവൽ റേറ്റിംഗ്സ് റിവോൾട്ട് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് ഓഫർ എന്നായിരുന്നു? 8 ഓഗസ്റ്റ് 1940 ആയിരുന്നു. ആരായിരുന്നു വൈസ്രോയി? ലിൻ ലിത്തിഗോ ആയിരുന്നു. ചോദിക്കാറുള്ളതാണ്. പിന്നെ നടന്നത് ഇന്ത്യൻ നാഷണൽ ആർമി ട്രയൽ നടന്നത് റെഡ് ഫോർട്ടിലാണ്. 1945 1946 ആണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ കഴിഞ്ഞതിന് ശേഷം ഇത് നടന്നത് അല്ലേ. ലാസ്റ്റ് നടന്നതാണ് ദ റോയൽ ഇന്ത്യൻ നേവി റിവോൾട്ട്. അത് 1946 നടന്നത്. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. Which one of the following defines extremist ideology during the early phase of Indian freedom movement? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ സമയത്ത് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി എന്തായിരുന്നു? മിതവാദികളും തീവ്രവാദികളും. എക്സ്ട്രീമിസ്റ്റ് എന്താ? തീവ്രവാദികൾ. അവരുടെ ഐഡിയോളജി എന്തായിരുന്നു? ഒബ്റ്റൈനിങ് സെൽഫ് ഗവൺമെന്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സെൽഫ് ഗവൺമെന്റ് അഗ്രസീവ് മീൻസ് ഇൻ പ്ലേസ് ഓഫ് പെറ്റീഷൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ വേസ്. അതായത് ഭരണഘടനാപരമായിട്ടുമല്ല, പെറ്റീഷൻസ് ഒക്കെ കൊടുത്തു, അങ്ങനെയല്ല, അഗ്രസീവ് അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ വേണമെന്നായിരുന്നു അവര് പറഞ്ഞത്. പിന്നെ 89ന്റെ ആൻസർ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കറക്റ്റ് ആൻസർ യൂസിങ് കോഡ്സ് ഓപ്ഷൻ ഡി ആണ്. ആദ്യം നടന്നത് തിയോഡർ ബെക്ക്, മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ലാസ്റ്റത്തെ എന്താ? ദ കോൺഗ്രസ് ഈസ് ടോട്ടറിംഗ് ടു ഇറ്റ്സ് ഫോൾ ആൻഡ് one of my great ambitions while India is to assist it to a peaceful demise. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലോർഡ് കേഴ്സൺ ആണ്. ലോർഡ് കേഴ്സൺ ആണ് ഇത് പറഞ്ഞത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ കോൺഗ്രസ് ഈസ് ടോട്ടറിംഗ്
ദ കോൺഗ്രസ്, അതായത് കോൺഗ്രസ് അതിന്റെ പതനത്തിലേക്ക് ആടി ഉലയുകയാണ്. ഇന്ത്യയിൽ ആയിരിക്കുമ്പോൾ എന്റെ വലിയ അഭിലാഷങ്ങളിൽ ഒന്ന് അതിനെ സമാധാനപരമായ മരണത്തിലേക്ക് നയിക്കുക എന്നതാണ്. ഈസ് ടു അസിസ്റ്റ് ഇറ്റ് ടു എ പീസ്ഫുൾ ഡിമൈസ്. ഇത് പറഞ്ഞത് ആരാണ്? ലോർഡ് കേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ 97-98 UPSC ഹിസ്റ്ററിയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ്. പല ക്വസ്റ്റ്യൻസ് ഇപ്പോഴും നമ്മുടെ PSC ചോദിക്കുന്നുണ്ട്. പിന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന പല ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഷുവർ ആയിട്ടും പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.